തിരുവനന്തപുരം വെങ്ങാനൂരിൽ 6ാം ക്ലാസ് വിദ്യാർത്ഥിയെ അധ്യാപകൻ ക്രൂരമായി മർദ്ദിച്ചെന്ന് പരാതി. അധ്യാപകൻ സെബിനെതിരെ പോലീസ് കേസെടുത്തു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമാണ് കേസ്. അധ്യാപകനെ ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയതായി സ്കൂൾ അധികൃതർ പറഞ്ഞു. അധ്യാപകനെ കളിയാക്കിയെന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനമെന്നാണ് കുട്ടിയുടെ അമ്മയുടെ പ്രതികരണം. ഇങ്ങനെ അടി കിട്ടിയമ്മ വയ്യാതെയാണ് വരുന്നതെന്ന്. അതിനു മുൻപേ സ്കൂളിൽ നിന്ന് ഒരു 12:30 ആയപ്പോൾ എന്നെ വിളിച്ചിരുന്നു. ഇതുപോലെ ഇങ്ങനെ സാറിനെ കൊണ്ട് വേണ്ടാത്തത് പറഞ്ഞ് സാറിന് ഭയങ്കര മനസ്സിന് വിഷമം വന്നു. അതുകൊണ്ട് സാറിൻ്റെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സിസ്റ്റർ ഫോണിൽ സാർ എന്നെ വിളിച്ചു. സാറ് സംസാരിച്ചിട്ട് പറയുന്നു, ഇതുപോലെ നിങ്ങൾ എന്തെങ്കിലും കൊച്ചിന് പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ വീട്ടിലുള്ളവരെന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ, എന്നെക്കുറിച്ച് വേണ്ടാത്തതാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു എന്ത് പറഞ്ഞാലും സാർ നാളെ ഞാൻ വന്ന് സാറിനോട് എന്തെങ്കിലും റീസൺ ചോദിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അത് കേൾക്കാതെ സാർ എൻ്റെ മോനെക്കുറിച്ച് കംപ്ലയിൻറ്റ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഞാൻ നാളെ ചെല്ലാമെന്ന് പറഞ്ഞ് വെച്ചു. പക്ഷെ വൈകിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഏതൊരു അമ്മയപ്പോൾ ഞാൻ ചോദിച്ചു മോനോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, അമ്മ എൻ്റെ കുറുക്ക് എന്നെ അങ്ങനെ പിടിക്കില്ലേ, എൻ്റെ കുറുക്ക് മൊത്തം വേദനിക്കുന്നു. ഞാൻ ഇങ്ങനെ അകത്ത് കൊണ്ടുപോയി മോനെ ഇങ്ങനെ ഡ്രസ്സ് മാറ്റിയിട്ട് നോക്കിയപ്പോൾ മോൻ്റെ ബാക്കിലും ബട്ടക്സ് ഭാഗത്തും എല്ലാം ഇങ്ങനെ അടിച്ച് പൊട്ടിച്ച പാടുണ്ട്. വിശദാംശങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുൺ മോഹൻ, ഒരു 6ാം ക്ലാസ് വിദ്യാർത്ഥിയോടാണ് അധ്യാപകൻ ഈ രീതിയിലുള്ള ക്രൂരത കാട്ടിയത്. തന്നെ കളിയാക്കി എന്ന് പറഞ്ഞ് വിദ്യാർത്ഥിയെ, ഒരു കുട്ടിയോട് ക്രൂരമായി പെരുമാറുന്ന, മർദ്ദിക്കുന്ന ഒരു സാഹചര്യം എന്താണ് അവിടെ സംഭവിച്ചത്? ഒരു 6ാം ക്ലാസ്സുകാരനായ വിദ്യാർത്ഥി അധ്യാപകനെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരം ഒരു ക്രൂരമായ മർദ്ദനം നടത്തിയത്. വിഴിഞ്ഞം വെങ്ങാനൂർ മലങ്കര സ്കൂളിലെ അധ്യാപകനാണ് ഈ ഒരു ക്രൂരകൃത്യം ഈ 6ാം ക്ലാസ്സുകാരനെ നോട് ചെയ്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ കുട്ടിയുടെ വീടിനടുത്ത് വെച്ച് ഈ ആക്രമിക്കപ്പെട്ട ഈ കുട്ടിയെ അടിച്ച അധ്യാപകന്റെ വാഹനം അപകടത്തിൽപ്പെട്ടിരുന്നു. ഈ വിവരം കുട്ടി ക്ലാസ്സിൽ വന്ന് സഹപാഠികളോട് വിവരം പങ്കുവച്ചു. ഇതിലുള്ള വൈരാഗ്യമാണ് കുട്ടിയെ മർദ്ദിച്ചത്. കഴിഞ്ഞ 10ാം തീയതിയായിരുന്നു കുട്ടിയെ മർദ്ദിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടിയെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയ അധ്യാപകൻ മുളം വടി കൊണ്ട് മൃഗീയമായി മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. 3 തവണ ഈ പറയുന്ന മർദ്ദനം തുടർന്ന് 3 പ്രാവശ്യമായി വിളിച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് പറയുന്നത്. സെബിൻ എന്ന അധ്യാപകനാണ് ഈ കുട്ടിയെ മാരകമായി മർദ്ദിച്ചത്. തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫ് റൂമിൽ ഉണ്ടായിരുന്ന അധ്യാപകർ ഇടപെട്ടാണ് കുട്ടിയെ രക്ഷിച്ചു വിട്ടത്. തുടർന്ന് വീട്ടിലെത്തിയപ്പോൾ അമ്മയോട് വിവരം പങ്കുവച്ചു. അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അമ്മ പ്രാഥമിക ശുശ്രൂഷകളൊക്കെ ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഈ പറയുന്ന സ്കൂളിലെ പ്രധാന അധ്യാപകരെ ഉൾപ്പെടെ വിവരം അറിയിച്ചെങ്കിലും കാര്യമായ ഒരു നടപടി എടുക്കാത്തതിനെ തുടർന്ന് അമ്മ വിഴിഞ്ഞം പോലീസിനെ സമീപിക്കുകയായിരുന്നു. വിഴിഞ്ഞം പോലീസ് ഇപ്പോൾ അധ്യാപകനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം ഈ പറയുന്ന സ്കൂൾ അധികൃതർ അധ്യാപകന് നേരെ നടപടി എടുത്ത് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയിരിക്കുന്നു എന്ന വിവരവും നമുക്കിവിടെ പങ്കുവയ്ക്കാം. തീർച്ചയായും ഇതിനു മുൻപ് ഇതുപോലുള്ളൊരു പെരുമാറ്റം ഈ അധ്യാപകനായ സെബിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും വിദ്യാർത്ഥികൾക്ക് നേരെ ഉണ്ടായിട്ടുണ്ടോ? ആരെങ്കിലും പരാതി ഇതിനു മുൻപ് നൽകിയിട്ടുണ്ടോ ഇയാൾക്കെതിരെ? പൊതുവെയുള്ളൊരു അഭിപ്രായം, ഇത്തരം അധ്യാപകൻ അല്പം ദേഷ്യക്കാരനും വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരു അധ്യാപകനാണെന്നുള്ളൊരു വർത്തമാനം പൊതുവെ വരുന്നുണ്ട്. പക്ഷെ ഇത്തരത്തിൽ മൃഗീയമായ ഒരു മർദ്ദനം ഇത് ആദ്യമായാണ് പരാതിയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്നത്. ഒരുപക്ഷെ അത് പഠനത്തിന്റെ ഭാഗമായുള്ള മർദ്ദനമൊക്കെ ആയിരിക്കാം എന്നുള്ളതായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇത് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അധ്യാപകനെ കളിയാക്കി എന്നുള്ളതാണ്. അതായത് കളിയാക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ വിട്ടുകൊടുത്തു. അതിലുണ്ടായ അപകർഷതാബോധം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പറയുന്ന വിദ്യാർത്ഥി, ഒരു 6ാം ക്ലാസ്സുകാരനെ, ഒരു വിദ്യാർത്ഥിയെ അവരുടെ പ്രായം പോലും മറന്ന് അതിനെ റൂമിൽ എത്തിച്ച് മൃഗീയമായ മർദ്ദനത്തിന് ഇരയാക്കിയത്. ഈ അമ്മ സൂചിപ്പിച്ചതുപോലെ പുറം ഭാഗം മൊത്തം അടിച്ച് തകർത്ത ഒരു നിലയിലായിരുന്നു കുട്ടിയുടെ കാണാനും കഴിഞ്ഞത്. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകണമെന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഈ കുട്ടിയുടെ കുടുംബം ഇപ്പോൾ നിൽക്കുന്നത്. കുട്ടിയുടെ അമ്മ ആശ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന നിയമ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോയിരിക്കുന്നത്. യെസ്, വ്യക്തമാണ്. അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അധ്യാപകൻ തന്നെ കളിയാക്കിയെന്ന് ആരോപിച്ച് ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചത്. അത്തരം ഒരു
മോശമായ പെരുമാറ്റം ഈ കുട്ടികളുടെ ഭാഗത്തുനിന്ന് ചെറിയ കുസൃതിയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്രൂരമായി മർദ്ദിക്കുകയാണോ വേണ്ടത്? അവരുടെ മാതാപിതാക്കളെ വിളിച്ച് കാര്യങ്ങൾ പറയാം, ആ കുട്ടി എന്തുകൊണ്ടാണ് കളിയാക്കിയതെന്ന് പരിശോധിക്കാം, അവരെ കൗൺസിലിങ്ങിന് വിധേയരാക്കാം. അതല്ലാതെ ഇങ്ങനെ കുഞ്ഞുങ്ങളെ മർദ്ദിച്ചു എന്നതുകൊണ്ട് അവരെ നേർവഴിക്ക് നയിക്കാൻ കഴിയും. അവരുടെ മനസ്സിൽ നിൽക്കുന്ന മുറിവ് ഏറെ വലുതായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് കുടുംബം പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്കൂൾ അധികൃതർ അധ്യാപകരെ നടപടി സ്വീകരിച്ചിരിക്കുന്നു. പോലീസും കേസെടുത്തിട്ടുണ്ട്. പാലക്കാട് ഒറ്റപ്പാലത്ത് +2 വിദ്യാർത്ഥിക്ക് സഹപാഠിയുടെ കുത്തേറ്റു. വരോട് സ്വദേശി അഫ്സറിനാണ് വാരിയലിന് പരിക്കേറ്റത്. സഹപാഠിയായ 17-കാരനാണ് അഫ്സറിനെ കുത്തി പരിക്കേൽപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇരുവരെയും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് നിഗമനം. ഇരുവരും ഒറ്റപ്പാലം NSS KPT സ്കൂളിലെ വിദ്യാർത്ഥികളാണ്. ആയിഷത്തുൽ ഷംന ചേരുന്നു വിവരങ്ങളുമായി. ഷംന, ഈ പാലക്കാട് നിന്നുള്ള ഒരു ദൃശ്യം നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ഒരു അധ്യാപകനെതിരെ ഒരു വിദ്യാർത്ഥി +1 വിദ്യാർത്ഥി കൊലവിളി നടത്തുന്നു. അതിനുശേഷം ഇതുപോലുള്ള നിരവധി സംഭവങ്ങൾ നമ്മൾ പല ഇടങ്ങളിൽ നിന്നും കേൾക്കാറുണ്ട്. +1 +2 വിദ്യാർത്ഥികൾ സഹപാഠികളെ ആക്രമിക്കുന്ന സംഭവങ്ങളൊക്കെ. ഇവിടെ ഈ ഒറ്റപ്പാലത്തെ സ്കൂളിൽ NSS സ്കൂളിൽ എന്താണ് സംഭവിച്ചത്? വെറും ഒരു വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ ഇങ്ങനെ കത്തിക്കുത്ത് ഒക്കെ നടത്താനുള്ള കാരണം എന്തായിരിക്കും? ടോം, ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കം അത് പിന്നീട് പലപ്പോഴും വലിയ രീതിയിലുള്ള ആക്രമണങ്ങളിലേക്ക് പോകുന്ന വാർത്തകൾ ഇപ്പോൾ നിരന്തരം പുറത്തു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ഒടുക്കം ഒറ്റപ്പാലം NSS സ്കൂളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത വരുന്നത്. ഈ 2 വിദ്യാർത്ഥികളും, ഈ അസ്ഫറും ഒപ്പം തന്നെ ഈ അസ്ഫറിനെ കുത്തിയ സഹപാഠിയും നിരന്തരം വ്യക്തിവൈരാഗ്യം ഉണ്ടായിരുന്നു. ഇരുവരും തമ്മിൽ നേരത്തെ മുതൽ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അതിനിടയിലാണ് രണ്ടുപേരും വാക്കുതർക്കമുണ്ടായി. പിന്നീട് അതൊരു കത്തിക്കുത്തിലേക്ക് പോകുന്നത്. ഈ സഹപാഠിയുടെ കയ്യിലുണ്ടായിരുന്ന അടക്ക കത്തി കൊണ്ടാണ് അസ്ഫറിനെ വാരിയലിൻ്റെ സമീപത്ത് കുത്തിയത്. ഇതിനെ തുടർന്ന് പരിക്കേറ്റ അസ്ഫറിനെ ഉടൻ തന്നെ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. പിന്നീട് പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം, അതായത് വാരിയലിന് വലിയ ഗുരുതരമായ പരിക്കുകളില്ല, വാരിയലിന് സമീപത്തായിരുന്നു പരിക്കേറ്റത്, അതുകൊണ്ട് തന്നെ ചികിത്സയ്ക്ക് ശേഷം പറഞ്ഞയച്ചു. ഒപ്പം ഈ സഹപാഠിക്ക്, ഈ കുത്തിയ കുട്ടിക്കും ഈ വാക്കുതർക്കത്തിൽ തുടർന്നുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ആ കുട്ടിയെയും താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇരുവരെയും ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏറ്റവും വലിയ ഒരു ഉയർന്ന ചോദ്യം, ഈ കുട്ടികൾ ഈ ഇത്തരത്തിലുള്ള അടക്ക കത്തിയൊക്കെ ആണെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആയുധങ്ങളുമായാണോ സ്കൂളിൽ പോകുന്നത്? ഇത് ഈ വീട്ടുകാരും സ്കൂൾ അധികൃതരും ഒന്നും ശ്രദ്ധിക്കുന്നില്ലേ എന്നതാണ് ഏറ്റവും വലിയ ഒരു ചോദ്യം. കാരണം സ്കൂളിൽ പോകുന്ന കുട്ടികൾ, ഈ കുട്ടികളുടെ പലപ്പോഴായി പല സ്കൂളിൽ നിന്നും പല ജില്ലകളിൽ നിന്നൊക്കെയായി നമ്മൾ ഇത്തരം അക്രമ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. എങ്കിൽ പോലും ഈ കത്തിയൊക്കെയായി കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ അതെന്തുകൊണ്ട് അറിയാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിൽ എന്തുകൊണ്ട് ഒരു അന്വേഷണം നടക്കുന്നില്ല? ഈ സ്കൂൾ അധികൃതരൊന്നും കൃത്യമായ ഈ കുട്ടികളെ നിരീക്ഷിക്കുന്നില്ലേ എന്നൊക്കെ വലിയ ചോദ്യം ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കുട്ടികൾ എപ്പോഴാണ് ഈ കത്തിക്കുത്തിൽ ഏർപ്പെട്ടത് എന്ന അടക്കമുള്ള വിശദാംശങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും കാര്യമായി തന്നെ ഇപ്പോൾ പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. അതൊക്കെ പരിശോധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് ഷംന. ഇവിടെ ഈ കത്തിയുമായി ഈ വിദ്യാർത്ഥി സ്കൂളിലെത്തുന്നു. അതായത് ബോധപൂർവം ആസൂത്രിതമായി ഈ സഹപാഠിയെ കുത്തി പരിക്കേൽപ്പിക്കുക എന്ന ഉദ്ദേശം, അതല്ലെങ്കിൽ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയായിരുന്നോ ആ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ ഈ ആക്രമണം നടത്തിയ വിദ്യാർത്ഥി ആ സ്കൂളിലെത്തിയത്? ടോം, അങ്ങനെ തന്നെയാണ് ഈ പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നേരത്തെ തന്നെ ഈ അസ്ഫറുമായി ഈ കുട്ടിക്ക്, ഈ സഹപാഠിക്ക് വ്യക്തിവൈരാഗ്യമുണ്ടായിരുന്നു, നിരന്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇരുവരും തമ്മിൽ. അതുകൊണ്ട് തന്നെ ആസൂത്രിതമായ ഒരു ആക്രമണമായിരുന്നു എന്ന തരത്തിലേക്കാണ് പ്രാഥമിക അന്വേഷണങ്ങൾ നീങ്ങുന്നത്. പക്ഷെ അതേസമയം തന്നെ ഇനി അങ്ങനെയല്ല, ഈ കുട്ടി സ്ഥിരമായി ഈ കത്തി കൈവശം വയ്ക്കുന്ന ആളാണോ, അല്ലെങ്കിൽ സ്ഥിരമായി കുട്ടികൾ ഇത്തരത്തിൽ മറ്റെന്തെങ്കിലും ആവശ്യത്തിന്, അല്ലെങ്കിൽ ഈ സ്കൂളുകളിലുള്ള പല അക്രമ സ്വഭാവങ്ങളും നമ്മൾ കാണുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കത്തി കരുതിയിരുന്നതാണോ, അതോ ആ ഘട്ടത്തിൽ കുട്ടി എവിടെന്നെങ്കിലും സംഘടിപ്പിച്ചതാണോ എന്ന അടക്കമുള്ള കാര്യങ്ങൾ ഇനി പുറത്തു വരേണ്ടതുണ്ട്. എന്തായാലും ഈ നേരത്തെയുള്ള വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ ആസൂത്രിതമായി തന്നെയായിരുന്നു ഈ അക്രമം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ ഇരുവരും തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഈ കുത്തിയ കുട്ടിക്ക് ഒപ്പം പരിക്കേറ്റിട്ടുണ്ട്. ആ കുട്ടിയെയും കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇരുവരുടെയും ആരോഗ്യനില ഇപ്പോൾ
സാരമായി പരിക്കുകളൊന്നുമില്ല. ഇരുവരെയും ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിൽ കൂടുതൽ അന്വേഷണം വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കം അത് വലിയ രീതിയിലുള്ള ചർച്ചയാകുന്ന സമയത്ത് നിരന്തരം വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കുട്ടികളുടെ ഉള്ളിലുള്ള ഈ അക്രമ സ്വഭാവം അല്ലെങ്കിൽ സഹപാഠിയോട് തീർച്ചയായും ഷംന സൂചിപ്പിച്ചതുപോലെ നിരവധി സംഭവങ്ങൾ സമാനമായ രീതിയിൽ കേരളത്തിലെ വിവിധ ഇടങ്ങളിൽ നിന്നും കേൾക്കുന്നുണ്ട്. സഹപാഠിക്ക് നേരെ കത്തിക്കുത്ത് നടത്തുക, അവരെ കൊലപ്പെടുത്താൻ ശ്രമിക്കുക. അത് പലപ്പോഴും ഈ +1 +2 വിദ്യാർത്ഥികൾക്കിടയിലാണ് ഈ രീതിയിലുള്ള പ്രവണതകൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് ഇവരുടെ ഈ ഒരു ക്രിമിനൽ വാസനയിലേക്ക് ഈ കൗമാരക്കാർ മാറുന്നത്? പല സിനിമകളൊക്കെ അവരെ സ്വാധീനിക്കുന്നുണ്ട്. സമീപകാലത്ത് ഇറങ്ങിയ പല സിനിമകളും ഇതേ രീതിയിൽ ഈ വിദ്യാർത്ഥികൾക്കിടയിൽ കുറ്റവാസന വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള, അത് പ്രചോദിപ്പിക്കുന്ന രീതിയിലുള്ള സിനിമകളാണെന്ന വിമർശനം ഉയരുന്നുണ്ട്. അതുമാത്രമാണോ, അതല്ലെങ്കിൽ ഈ മാറി വന്ന കേരളത്തിലെ സാമൂഹ്യ സാഹചര്യവും കുടുംബങ്ങളിലെ സാഹചര്യമൊക്കെയാണോ ഈ കുട്ടികളെ ഈ രീതിയിൽ ക്രിമിനൽ വാസന ഉള്ളവരാക്കി മാറ്റുന്നത്? അങ്ങനെയെങ്കിൽ ഏത് രീതിയിൽ ഇടപെടൽ വേണ്ടതാണ്? വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന് ഈ കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുവാനും ബോധവൽക്കരണം നൽകുവാനുമുള്ള ഇടപെടലാണ് ഉണ്ടാകേണ്ടത്. കോട്ടയം നഴ്സിംഗ് കോളേജിലെ അതിക്രൂര റാഗിങ്ങിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് പരിശോധിക്കാൻ പോലീസ്. നിലവിൽ 5 പേർ മാത്രമാണ് പ്രതികളെന്ന നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. പിറന്നാളിന് ചെലവ് നൽകാത്തതിന്റെ പേരിലും റാഗിങ്ങിന് ഇരയാക്കിയെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. കോളേജിലേക്ക് വിദ്യാർത്ഥി സംഘടനകൾ മാർച്ച് നടത്തി. റാഗിങ്ങിനെതിരെ സാമൂഹ്യ ജാഗ്രത വേണമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു വ്യക്തമാക്കി. ജി ശ്രീജിത്ത് ചേരുന്നു കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങളുമായി. ശ്രീജിത്ത്, കൂടുതൽ പേർക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ 5 പേരെ മാത്രമാണ് പ്രതി ചേർത്തിട്ടുള്ളത്. പോലീസിന്റെ നിലവിലെ അന്വേഷണം എങ്ങനെയാണ് നീങ്ങുന്നത്? പ്രധാനമായും ഈ ഫോൺ രേഖകൾ പരിശോധിക്കുക, ഫോണിനുള്ളിലുള്ള തെളിവുകളൊക്കെ പരിശോധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഗാന്ധിനഗർ പോലീസ്. ഇത് പ്രകാരം മാത്രമല്ല, ഈ പരമാവധി മൊഴി രേഖപ്പെടുത്തുക. പരാതിക്കാരായ മുഴുവൻ വിദ്യാർത്ഥികളുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. അതായത് ഒരാൾ ബാക്കി 5 പേരുണ്ട്. 5 പേരുടെ മൊഴി ഇന്നലെ രേഖപ്പെടുത്തിയിരുന്നു. കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. വാർഡുകൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അങ്ങനെ വിദ്യാർത്ഥികളുടെ ഒക്കെ മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നിലവിൽ പോലീസ് മനസ്സിലാക്കുന്നത് ഈ 5 പേർ മാത്രമാണ് ഇതിലുള്ളതെന്നാണ്. പല ദിവസങ്ങളായി നടന്നിട്ടുണ്ട്. ബർത്ത്ഡേ പാർട്ടി ചിലവ് ചെയ്തില്ല എന്ന പേരിൽ വരെ നടന്നിട്ടുണ്ട്. അതൊരു ദിവസത്തെ കാര്യമാണ്. പലതിനും ഓരോന്നാണ് കാരണം. നേരത്തെ ആദ്യം മുതൽ പോലീസ് പറഞ്ഞതുപോലെ മദ്യപിക്കാനായി പണം ആവശ്യപ്പെടുക, നൽകാതിരിക്കുകയും ചെയ്തതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പല കാരണങ്ങൾ. എന്തായാലും ഇതിനെക്കുറിച്ചെല്ലാം പോലീസ് വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. മൊഴി തന്നെയാണ് പ്രധാനം. പ്രത്യേകിച്ച് നിരവധി വിദ്യാർത്ഥികളുള്ള ഒരു കലാലയമാണ്. അതുകൊണ്ട് തന്നെ പരാതിക്കാർ കൂടുതലുണ്ടോ ഇവർക്കെതിരെ എന്നതാണ് പരിശോധിക്കുന്നത്. എന്തായാലും ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഫോൺ രേഖകൾ അടക്കം പരിശോധിച്ചതിൽ കൂടുതൽ ഇല്ല ഇപ്പോൾ പോലീസ് പറയുന്നത്. അതേസമയം തന്നെ ഈ രേഖകൾ, ഫോണിലുള്ള ദൃശ്യമടക്കം കൂടുതൽ പരിശോധിച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമായി പുറത്തു വരേണ്ടതുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത വരിക. ശ്രീജിത്ത്, എത്രത്തോളം ക്രൂരമായിട്ടുള്ളൊരു പീഡനമാണ്, റാഗിംഗ് ആണ് നടന്നതെന്ന് ആ ദൃശ്യങ്ങളിൽ, ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങളിൽ വ്യക്തമായതാണ്. അത്രയ്ക്കും ഒരു ക്രൂരമായ രീതിയിൽ കുറ്റവാസനയുള്ള 5 വിദ്യാർത്ഥികൾ, അവർ കാട്ടിക്കൂട്ടിയ പരാക്രമം നിരവധി വിദ്യാർത്ഥികളുടെ ഭാവി ജീവിതമാണ് തകർത്തത്. അവരിപ്പോഴും അതിൻ്റെ ഒരു മാനസികാഘാതത്തിൽ നിന്നും മുക്തരായിട്ടില്ല. അവരുടെ കുടുംബാംഗങ്ങൾ മുക്തരായിട്ടില്ല. കാരണം വലിയ പ്രതീക്ഷയോടുകൂടി ഇവിടെ നഴ്സിംഗ് പഠനത്തിന് വേണ്ടി കോട്ടയത്തെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിലെത്തുന്നു. അവിടെ കഴിഞ്ഞ 3 മാസത്തോളം തുടർച്ചയായി റാഗിംഗ് നേരിടേണ്ടി വരുന്ന സാഹചര്യം. ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങൾക്കപ്പുറം കൂടുതൽ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഈ സാക്ഷിമൊഴികൾ തന്നെയാണ് ഇതിൽ മറ്റൊരു പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളത്. ഈ പരാതിക്കാരുടെ കുട്ടികളുടെ മൊഴികളുണ്ട്. അതല്ലാതുള്ള തെളിവുകൾ ഈ ഫോൺ രേഖയിൽ തന്നെ ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. അത് കണ്ടെടുത്തിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ദിവസങ്ങളിൽ ഉണ്ടായതിന്റെ ഏതെങ്കിലും തെളിവുകൾ ഇവർ വീഡിയോ ചിത്രീകരിച്ചതോ മറ്റോ ഉണ്ടോ, അതേതെങ്കിലും ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ, മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ശാസ്ത്രീയ പരിശോധന, മൊബൈലുകളുടെ ശാസ്ത്രീയ പരിശോധന നടത്തി വരുന്നത്. ആ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ വ്യക്തത കൈവരിക. എന്തായാലും പോലീസ് വളരെ ശക്തമായ അന്വേഷണത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. പ്രത്യേകിച്ച് ആ കോളേജ് കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇന്നലെ ഡിവൈഎസ്പി തന്നെ നേരിട്ടെത്തി പരിശോധനകൾ നടത്തിയിരുന്നു. മാത്രമല്ല ഇവരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. അധ്യാപകരുടെ അടക്കം മൊഴി രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്തായാലും
കൂടുതൽ പരിശോധനകൾ ആ നിലയിലാണ് നടന്നു വരുന്നത്. വൈകാതെ ഇതിനൊരു അന്തിമമായ വ്യക്തത വരും. നിലവിൽ എന്തായാലും 5 പ്രതികൾ എന്ന നിലയിൽ തന്നെയാണുള്ളത് പോലീസ്. അതോടൊപ്പം നേരത്തെ ഈ 6 കുട്ടികളാണല്ലോ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. കൂടുതൽ വിദ്യാർത്ഥികൾ ഈ റാഗിങ്ങിന് ഇരകളായിട്ടുണ്ടോ? ആരെങ്കിലും പരാതിയുമായി നിലവിൽ പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ കൂടുതൽ പേർ? ടോമി, നിലവിലില്ല. ഈ ബാച്ചിൽ 1ാം വർഷ ബാച്ചിൽ ആകെ 6 കുട്ടികളാണുള്ളത്. 6 പുരുഷന്മാരാണുള്ളത്. അവർ 6 പേരും പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന പുരുഷന്മാർ മുഴുവൻ പേരും റാഗിങ്ങിന് ഇരയായതായി പരാതി നൽകിയിട്ടുണ്ട്. മറ്റേ പെൺകുട്ടികളൊന്നും നിലവിൽ അങ്ങനെ ഒരു പരാതി നൽകിയതായുള്ള വിവരം എന്തായാലും ഇല്ല. പോലീസ് അത് കൂടുതൽ പരമാവധി വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴിയെടുക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ അത് കാര്യമായി മുന്നോട്ട് പോയിരുന്നു. അത് ഓരോ ദിവസവും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു കോളേജാണ്. അതുകൊണ്ട് തന്നെ ആ നിലയിൽ അതിൻ്റെതായ സമയമെടുക്കും എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും പരാതികൾ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ആദ്യം തന്നെ മുന്നോട്ട് വന്നേനെ എന്നുള്ളതാണ് പോലീസിന്റെ ഒരു നിഗമനമുള്ളത്. എന്തായാലും വൈകാതെ ഇക്കാര്യത്തിൽ കൂടുതൽ പരാതികളുണ്ടോ, അതോടൊപ്പം മന്ത്രി വീണ ജോർജ് പറഞ്ഞത് ഇത് ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമാണ് ഈ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. സസ്പെൻഷനിൽ തീരില്ല, അവർക്കെതിരെ അവരെ കോളേജിൽ നിന്ന് പുറത്താക്കുന്ന നടപടി ഉണ്ടാകുമെന്നാണല്ലോ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അത്തരമൊരു കടുത്ത നടപടിയിലേക്കാണോ നീങ്ങുന്നത്? തീർച്ചയായും അത്തരം നടപടിയിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പക്ഷേ കോളേജ് ഈ DME തലത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കൂടി ശേഷമായിരിക്കും അക്കാര്യത്തിലൊരു തീരുമാനമുണ്ടാകുക. എന്തായാലും ഈ വിദ്യാർത്ഥികൾ നടത്തിയ ക്രൂര പീഡനത്തിന്റെ ദൃശ്യങ്ങൾ കേരളം മുഴുവൻ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു സസ്പെൻഷൻ നടപടിയിൽ ഒതുക്കാൻ സർക്കാരിന് കഴിയുമെന്ന് തോന്നുന്നില്ല. വ്യക്തമാണ്. ജി ശ്രീജിത്താണ് കോട്ടയത്ത് നിന്നും വിവരങ്ങൾ നൽകിയത്. ഈ കോട്ടയത്ത് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നാണ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. കുട്ടികളെ ഈ പ്രതികളായിട്ടുള്ള 5 വിദ്യാർത്ഥികളെയും കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കും. പോലീസിൻ്റെ അന്വേഷണം തുടരുകയാണ്. കൂടുതൽ പേർക്ക് ഈ കേസിൽ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുകയാണ്. പാതിവില തട്ടിപ്പ് കേസിൽ അന്വേഷണം തുടർന്ന് ക്രൈംബ്രാഞ്ച്. അനന്തകൃഷ്ണന്റെ കടവന്ത്ര ഓഫീസിൽ നിന്നും പിടിച്ചെടുത്ത ഇടപാടുകാരുടെ രേഖകളും ലാപ്ടോപ്പുകളുടെയും പരിശോധന തുടരുകയാണ്. ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ട് വഴി പണമിടപാട് നടന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ ജീവനക്കാർക്ക് പങ്ക് എത്രമാത്രം എന്ന ചോദ്യം ചെയ്താൽ മാത്രമേ സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ. അനന്തുവിന്റെ ഓഫീസുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴത്തെ പരിശോധന. പ്രതിയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് ക്രൈംബ്രാഞ്ച് SP MJ സോജൻ വ്യക്തമാക്കി. അന്വേഷണം തുടങ്ങി. ഇന്നലെ റെയ്ഡ് തുടങ്ങിയല്ലേ ഉള്ളൂ. ഇപ്പൊ ഒന്നും പറയാനില്ല. ചെയ്യണം, കസ്റ്റഡി വാങ്ങുന്നുണ്ട്. അല്ലാതെ നോക്കിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, അതുമായി ബന്ധപ്പെട്ട കുറെ രേഖകൾ കിട്ടിയിട്ടുണ്ട്. അത് പരിശോധിച്ച് വരികയാണ്. ഡാനി ഇപ്പോൾ ചേരുന്നു കൊച്ചിയിൽ നിന്നും വിവരങ്ങളുമായി. ഡാനി, ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തുടരുകയാണ്. കൂടുതൽ റെയ്ഡുകൾ നടക്കുന്നു. തെളിവുകൾ പരമാവധി കണ്ടെത്താനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ എത്ര കേസുകളാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്, ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എങ്ങനെ നീങ്ങുന്നു? ടോമി കേസിലെ 34 കേസുകളുടെ ഒരു അന്വേഷണമാണ് ക്രൈംബ്രാഞ്ചിനെ കൈമാറിയിരിക്കുന്നത്. ഒട്ടനവധിയായ ആയിരക്കണക്കിന് പരാതികൾ വന്നിട്ടുണ്ടെങ്കിലും അത് പലതിനും ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെയും ചില പരാതികൾ ക്രോഡീകരിച്ച് ആ രീതിയിലുള്ളൊരു അന്വേഷണമാണ് നടക്കുന്നത്. അപ്പോൾ 34 കേസുകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത, ആദ്യഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളാണ് ഇപ്പോൾ ഇതിലേക്ക് മാറിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ക്രൈംബ്രാഞ്ച് ഈ കേസിൽ ആദ്യ ഒരു ചുവട് എന്ന് പറയാവുന്ന രീതിയിലേക്ക് പരിശോധനകളിലേക്ക് കടന്നത്. ഇന്നലെ എറണാകുളം പനമ്പിള്ളി നഗറിലുള്ള സോഷ്യൽ ബി വെഞ്ചേഴ്സിൻ്റെ ഓഫീസിലായിരുന്നു പരിശോധന. സോഷ്യൽ ബി വെഞ്ചേഴ്സ് ഈ അനന്തകൃഷ്ണൻ ആദ്യമായി രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ കൂട്ടത്തിൽപ്പെടുന്നതാണ്. അതായത് ഉപകമ്പനികൾ എന്ന രീതിയിൽ അനന്തകൃഷ്ണൻ രജിസ്റ്റർ ചെയ്തതാണ്. ഈ NGO നാഷണൽ കോൺഫെഡറേഷനിലൂടെ സമാഹരിക്കുന്ന പണം
ഇയാളുടെ മറ്റ് കമ്പനികളിലേക്കും വക മാറ്റിയിരുന്നു. അങ്ങനെ വരുന്നതാണ് ഈ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ആ കമ്പനി. ഇതിൻ്റെ അക്കൗണ്ട് വിശദാംശങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഇതിൽ അനന്തകൃഷ്ണൻ ഈ ഫണ്ട് വലിയ രീതിയിലൊരു ആർഭാട ജീവിതത്തിനടക്കം വിനിയോഗിച്ചതെല്ലാം തന്നെ ഈ സോഷ്യൽ ബി വെഞ്ചേഴ്സിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. ഇവിടെയാണ് ആദ്യമായിട്ടുള്ളൊരു പരിശോധനകളും കാര്യങ്ങളും നടന്നത്. ഇവിടെ നിന്ന് 6 ലാപ്ടോപ്പുകൾ ക്രൈംബ്രാഞ്ച് പിടിച്ചെടുത്തിട്ടുണ്ട്. കുറേ രേഖകൾ ഇവിടെ നിന്ന് കണ്ടെടുത്തു. ഈ രേഖകൾ പലതും വ്യക്തമാക്കുന്നത് ഇയാൾക്ക് നിക്ഷേപകർ സംബന്ധിയായ ചില വിവരങ്ങളും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇത് സംബന്ധിയായ അന്വേഷണം നടത്തി വരുന്നു. ഒപ്പം തന്നെയും കൂടുതൽ അന്വേഷിക്കുന്നത് ഈ പണം ഇയാൾ ഏത് രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്, ഏതെങ്കിലും ബനാമി ഇടപാടുകൾ സംബന്ധിയായ കാര്യങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലുള്ളൊരു പരിശോധനകൾ വ്യാപകമായി നടക്കുന്നുണ്ട്. ഒപ്പം ഇയാളുടെ ജീവനക്കാരിലെ കേന്ദ്രീകരിച്ചു അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ ജീവനക്കാരുടെ അക്കൗണ്ടുകൾ പരിശോധിച്ചപ്പോൾ ചില ജീവനക്കാരുടെയെങ്കിലും അക്കൗണ്ടുകൾ ഇയാൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജീവനക്കാരെ കൂടുതൽ അവരുടെ ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങൾ വേണമെങ്കിലും പ്രാഥമികമായി അന്വേഷണ സംഘം മനസ്സിലാക്കുന്നത് അതുവഴിയും ചില ഫണ്ടുകൾ വന്നിട്ടുണ്ട്, ചിലത് കൈമാറുന്നതിന് വേണ്ടി ഇത്തരം ഫണ്ടുകൾ ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നതാണ്. അതിൽ എത്രത്തോളം ഇവരുടെ സമ്മതമുണ്ട് എന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഇനി അന്വേഷണത്തിന് വഴിക്ക് മാത്രമേ അത് അറിയാൻ കഴിയൂ. പ്രാഥമികമായി ഇവരുടെ അക്കൗണ്ടുകൾ ഇതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊരു വിവരം കൂടി അവർക്ക് അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങളിലെല്ലാം അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിൽ അതോടൊപ്പം ഡാനി, വ്യാപകമായ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഏതൊക്കെ മേഖലകൾ കേന്ദ്രീകരിച്ചാണ്, ഏത് രീതിയിലാണ്? കാരണം ഈ കേസിൽ തുടക്കം മുതൽ തന്നെ ഉയർന്നു വന്ന ചില ആരോപണങ്ങൾ ചില ഉന്നതർക്ക്, രാഷ്ട്രീയ ഉന്നതർക്കടക്കം ഈ തട്ടിപ്പിൽ പങ്കുണ്ട് എന്നാണ്. അതോടൊപ്പം ഈ തട്ടിപ്പിൻ്റെ തുക കൈപ്പറ്റിയ പല പ്രമുഖരുടെയും പേരുകളൊക്കെ പുറത്തു വന്നതാണ്. ആ രീതിയിലുള്ള അന്വേഷണവും ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ടോ? നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൽ എങ്ങനെയാണ് തട്ടിപ്പ് നടന്നത്, ഇയാൾ ഏത് രീതിയിലാണ് കബളിപ്പിക്കൽ ഉണ്ടായത് എന്നത് സംബന്ധിയായ കാര്യങ്ങളിലുള്ള ഒരു അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നതെന്നാണ് അറിയാനായിട്ട് കഴിയുന്നത്. കാരണം ഈ CSR ഫണ്ട് അത് വരും എന്ന് പറഞ്ഞാണ് പലരെയും വിശ്വസിപ്പിച്ചുകൊണ്ട് ഈ ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികളെ അടക്കം കബളിപ്പിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ പോയത്. അപ്പോൾ ഇതിൽ എന്താണ് കൃത്യമായി നടന്നിട്ടുള്ളത്, ആരുടെ ഭാഗത്തു നിന്നാണ് കബളിപ്പിക്കൽ ഉണ്ടായത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ആദ്യഘട്ടത്തിൽ പരിശോധിക്കുന്നത്. കാരണം ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികളും ഇയാൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. അവർക്കിതിൽ പങ്കാളിത്തമില്ല എന്ന് കൊണ്ട് പരാതി നൽകിയിട്ടുണ്ട്. അപ്പോൾ ആര് പറയുന്നതാണ് ഇതിൻ്റെ ഒരു വാസ്തവം എന്ന കാര്യത്തിൽ വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ ആശയക്കുഴപ്പത്തിൻ്റെ കുരുക്കഴിക്കുക എന്ന രീതിയിലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം ചെല്ലുന്നത്. നിലവിൽ രാഷ്ട്രീയക്കാരിലേക്കും മറ്റും പോകുന്നതിന് ഈ ഒരു ഘട്ടത്തിലുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് വലിയ വെളിപ്പെടുത്തലോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമാണ്. കാരണം ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് തെളിവെടുപ്പിലേക്ക് വരുമ്പോൾ താൻ ആർക്കും പണം നൽകിയിട്ടില്ല എന്ന രീതിയിലുള്ള വിളിച്ചു പറയലുകളായിട്ട് അതെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. മാത്രവുമല്ല ഇതിൽ കൃത്യമായ ഒരു രേഖകളിലേക്ക് പണം കൈമാറി എന്നത് സംബന്ധിയായ കാര്യങ്ങൾ ആക്ഷേപങ്ങളായി ഉയരുമ്പോൾ അതിൻ്റെ ഒരു വസ്തുതകളിലേക്ക് പോകാനായിട്ട് കഴിയുമോ എന്ന കാര്യത്തിലും ക്രൈംബ്രാഞ്ചിന് സംശയം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ തട്ടിപ്പ് നടന്നത് എങ്ങനെയാണ്, എവിടെയാണ്, ഇത് ആരുടെ എത്രമാത്രം ഒരു പണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇയാളിലേക്ക് വന്നിട്ടുണ്ട് എന്നതടക്കമുള്ളൊരു വസ്തുതാപരമായ വിവരശേഖരണത്തിൻ്റെ ഒരു തുടക്കത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ചെന്ന് നിൽക്കുന്നത്. അത് കഴിയുന്നതിന് മുറയ്ക്കായിരിക്കും പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരാതികളിലേക്ക് അടക്കം ചെല്ലുന്നത്. 34 പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ പരാതികൾ ഓരോ മേഖലയിൽ നിന്നും ഉയരുകയാണ്. പറവൂരിൽ നിന്ന് ഏതാണ്ട് 1000-ലധികം പരാതികൾ വന്നിട്ടുണ്ട്. ഇത് കേസുകളിലേക്ക് മാറ്റുകയാണ്. ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നത് സംബന്ധിച്ച് പോലും വ്യക്തതയിലേക്ക് പോകാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കാരണം ഓരോ ദിവസവും പരാതികളുടെ ഒരു പ്രളയം എന്ന രീതിയിലേക്കെല്ലാം തന്നെ വരികയാണ്. അതുതന്നെയാണ് ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുള്ളത്. കാരണം ഈ പരാതിയുടെ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എത്രയാണെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. 1000-ലധികം കോടിയുടെ തട്ടിപ്പ് നടന്നു എന്ന് പറയുമ്പോൾ പോലും അതിലൊരു വ്യക്തത ക്രൈംബ്രാഞ്ചിന്, ഈ അന്വേഷണ സംഘത്തിന് ഉണ്ടായിട്ടുണ്ടോ ഡാനി? അതോടൊപ്പം അറിയേണ്ട ഒരു കാര്യം, ഈ എങ്ങനെയാണ് ഈ തട്ടിപ്പിന് ഇരകളായവരുടെ വിവരങ്ങൾ തേടണം. അതോടൊപ്പം ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ ജില്ലകളിലാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്, ഈ തട്ടിപ്പ് പണം എവിടെയൊക്കെ നിക്ഷേപിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കണ്ടെത്തേണ്ടതല്ലേ? സങ്കീർണമാണ് ടോം ഇതിൻ്റെ ഒരു അന്വേഷണ പുരോഗതി അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ചുവടുകളെല്ലാം തന്നെ
വലിയ സങ്കീർണതകൾ നിലനിൽക്കുന്നതാണ്. കാരണം ഇത് എവിടെയാണ് തുടങ്ങേണ്ടതെന്നത് സംബന്ധിച്ച് വലിയ വ്യക്തതയൊന്നും അന്വേഷണ സംഘത്തിലേക്കും വന്നു ചേർന്നിട്ടില്ല. കാരണം ഇങ്ങനെയൊരു തട്ടിപ്പ് നടന്നു, നിരവധിയായ പരാതികൾ വരുന്നുണ്ട്. ഇത് പരസ്പരം പരാതി കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കാരണം ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികൾക്കെതിരെ ബുക്ക് ചെയ്ത ആളുകൾ പരാതി കൊടുക്കുന്നു, ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി തിരിച്ച് അനന്തകൃഷ്ണനെതിരെ പരാതി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ കേസിൽ ആനന്ദ് കുമാറിൻ്റെ ഈ സായിഗ്രാമുമായി ബന്ധപ്പെട്ടുള്ള ആനന്ദ് കുമാറിൻ്റെ ഇടപെടലുകൾ എന്താണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും അത് ഒരു വ്യക്തതയിലേക്ക് വന്നിട്ടില്ല. ഒരു അറസ്റ്റിലേക്കോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൊക്കെ നീങ്ങിയിട്ടില്ല എന്നതും നമ്മൾ ശ്രദ്ധിച്ച് കാണേണ്ടതാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ പരാതികളിലും വളരെ വ്യക്തമായി ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസികളുടെ പരാതികൾ വളരെ വ്യക്തമായി ആനന്ദ് കുമാറിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് ഇതുവരെയും അന്വേഷണ സംഘം നീങ്ങിയിട്ടില്ല എന്നത് തന്നെയാണ്. അപ്പോൾ പിന്നീട് ഇതിൻ്റെ ഒരു തുകയെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഇപ്പോൾ 1000-ഓളം കോടി രൂപയുടെ തട്ടിപ്പ് എന്നെല്ലാം തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു തട്ടിപ്പ് ഈ രീതിയിൽ നടക്കുമ്പോൾ ആരുടെയും ഈ ഒരു CSR ഫണ്ടിനെ മാത്രം വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്ന ഒരു കാര്യമാണോ ഇതെന്നെല്ലാം തന്നെ ചോദ്യങ്ങൾ വരുന്നുണ്ട്. കൃത്യമായ രീതിയിലുള്ള ഒരു പങ്കാളിത്ത സ്വഭാവത്തോടുകൂടി ആരെങ്കിലും ഉണ്ടോ എന്നതടക്കം പുറത്തു വരേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഈ അനന്തകൃഷ്ണൻ തന്നെയാണോ ഇതിന് കൃത്യമായി നേതൃത്വം നൽകിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട്. ക്രൈംബ്രാഞ്ച് അന്വേഷണം അതിലേക്കെല്ലാം തന്നെ കടക്കേണ്ടതാണ്. പക്ഷേ നിലവിലിപ്പോൾ ഈ 34 പരാതികൾ, അതിൽ ആർക്കാ ഫണ്ട് നൽകി, എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വിനിമയം നടന്നിരിക്കുന്നതെന്ന് സംബന്ധിയായ കാര്യങ്ങളിലാണ് അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ടോം. വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. പ്രതി അനന്തകൃഷ്ണനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഈ തട്ടിപ്പിൻ്റെ വ്യാപ്തി എത്രയെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതോടൊപ്പം ജീവനക്കാരുടെ പങ്ക്, ഈ തട്ടിപ്പിൽ ജീവനക്കാർക്കും പങ്കുണ്ടോ, കൂടുതൽ ഉന്നതർക്ക് പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷിക്കേണ്ടതാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കോഴിക്കോട് കൊയിലാണ്ടി മണക്കുളങ്ങര ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് 3 പേരുടെ മരണത്തിനിടയാക്കിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. സംഭവത്തിൽ നാട്ടാന പരിപാലന നിയമം ലംഘിച്ചതായി കണ്ടെത്തലുണ്ട്. ആനയിടഞ്ഞ് 3 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽ പ്രാഥമിക റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും. ആനയിടയാൻ കാരണം പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിന് തൊട്ടുമുൻപുള്ള ദൃശ്യങ്ങൾ ഇക്കാര്യം ശരിവെക്കുന്നതാണ്. നിയമലംഘനമുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ഹൈക്കോടതിയും ഇടപെട്ടിരിക്കുന്നു. വിശദാംശങ്ങളുമായി കൊയിലാണ്ടിയിൽ നിന്ന് CV അനുമോദും കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രനും ചേരുന്നുണ്ട്. ആദ്യം അനുമോദിലേക്കാണ്. അനുമോദ്, ആ ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ് ഇവിടെ ചില രീതിയിലുള്ള നിയമലംഘനങ്ങൾ, ഗുരുതരമായിട്ടുള്ള നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെന്ന്. അതായത് അപകടത്തിന് തൊട്ടു മുൻപുള്ള ദൃശ്യങ്ങൾ ഇക്കാര്യം ശരിവെക്കുന്നുണ്ട്. ആനയിടയാൻ കാരണം ഈ പടക്കം പൊട്ടുന്ന ശബ്ദം കേട്ടെന്നാണ് പ്രാഥമിക നിഗമനം. ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ടോ? എന്താണ് ഈ വിഷയത്തിൽ ഇതുവരെയും വനം വകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ? അതോടൊപ്പം ഈ അപകടത്തിൽ മരിച്ച 3 പേരുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ടോ? ടോം, ഏറ്റവും ആദ്യം നമുക്ക് ഇവിടുത്തെ സാഹചര്യത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്ന മാവിൻചൂടാണ്. ഇവിടെയായിരുന്നു പൊതുദർശന ചടങ്ങുകൾ ഉണ്ടായിരുന്നത്. 10 നിമിഷങ്ങൾക്ക് മുമ്പ് പൊതുദർശന ചടങ്ങുകൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയി. അവിടെയാണ് ഇനി സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഏറെ നേരം 1 മണിക്കൂറോളം പൊതുദർശനം ഇവിടെ ഉണ്ടായിരുന്നു. നാട്ടുകാരൊക്കെ തന്നെ അവസാനമായിട്ട് രാജനെയും അമ്മുക്കുട്ടിയമ്മയെയും ലീലയും കാണുവാനായിട്ട് ഇവിടേക്ക് ഈ ഒരു സമയം കൊണ്ട് എത്തിച്ചേർന്ന കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇനി ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, അല്പസമയം മുൻപ് ഈ ക്ഷേത്രം ട്രസ്റ്റ്
ഭാരവാഹികൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അപ്പോൾ ഈ ചട്ടലംഘനത്തെക്കുറിച്ചുള്ള മന്ത്രിയുടെ പരാമർശത്തിലും റിപ്പോർട്ടിലും അവരുടെ വിശദീകരണം ഇപ്രകാരമാണ്: ഒരു തരത്തിലും ചട്ടലംഘനം നടത്തിയിട്ടില്ല, നിയമം അനുശാസിച്ചാണ് നടത്തിയിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു പ്രതികരണമുള്ളത് പടക്കം പൊട്ടിച്ചത് ക്ഷേത്രം ഭാരവാഹികളോ കമ്മിറ്റിക്കാരോ അല്ലാതെ പൊതുജനങ്ങളാണ് എന്നുള്ളതാണ്. ആചാരപരമായ കതിന മാത്രമാണ് പൊട്ടിച്ചിട്ടുള്ളത്, മറ്റൊന്നും തന്നെ ക്ഷേത്രത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽപ്പെടുന്ന ഒരു കാര്യമല്ല എന്ന് പറഞ്ഞ് ഈ ചട്ടലംഘനം എന്ന വിഷയത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുന്ന സമീപനമായിരുന്നു ക്ഷേത്രം ഭാരവാഹികൾ സ്വീകരിച്ചത്. അതായത് പടക്കം പൊട്ടിച്ചിട്ടില്ല എന്ന നിലപാടിൽ തന്നെയാണ് ക്ഷേത്രം ഭാരവാഹികൾ ഉറച്ചു നിൽക്കുന്നത്. പൊതുജനങ്ങൾ ആരെങ്കിലും ആകാം പടക്കം പൊട്ടിച്ചത് എന്നും അവർ പറയുന്നുണ്ട്. കൃത്യമായ നിയമം അനുശാസിക്കുന്ന തരത്തിലുള്ള നിബന്ധനകൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഉത്സവം നടത്തിയത് എന്നും ക്ഷേത്രം ഭാരവാഹികൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിനപ്പുറം ഈ ആനകൾ തമ്മിൽ കുത്തുകൂടിയത് അതിൻ്റെ ഒരു സാഹചര്യവും ഈ ഒരു ചട്ടലംഘനവുമായി ബന്ധമില്ല എന്ന നിലപാടിലാണ് ക്ഷേത്രം ഭാരവാഹികൾ ഉള്ളത്. അതേസമയം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഒരു ഇതിലേറ്റവും പ്രധാനപ്പെട്ടതായിട്ട് കാണുന്നത് ഈ ആനകളും ആളുകളും തമ്മിലുള്ള അകലം, ആനകളും തമ്മിലുള്ള അകലം, ആനയുടെ കാലിൽ ചങ്ങല ഉണ്ടായിരുന്നില്ല, അതേപോലെ തന്നെ സുരക്ഷിതമല്ലാത്ത രീതിയിലുള്ള പടക്കം പൊട്ടിക്കലും വെടിക്കെട്ടുമൊക്കെ ഈ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത്. നാളെ ആ സംഭവ സ്ഥലത്ത് വനംവകുപ്പ് മന്ത്രി എത്തുന്നു. അനുമോദ് തിരിച്ചെത്താം. ഇപ്പോൾ മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയ സംപ്രേഷണത്തിലേക്ക്. അടക്കം വീഴ്ച പറ്റിയെന്നുള്ളൊരു കണ്ടെത്തലുണ്ടല്ലോ. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ അല്ലേ? ദേവസ്വം ബോർഡായാലും ഉടമസ്ഥനെതിരെ കേസെടുക്കണമല്ലോ. കാരണം ഈ കാര്യത്തിൽ ഉടമസ്ഥനും ക്ഷേത്ര ഭാരവാഹികൾക്കും തുല്യ പങ്കാണ്. അപ്പോൾ കേസെടുത്ത് നടപടി സ്വീകരിക്കാതിരിക്കാൻ വേറെ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങൾ അത് കേസെടുക്കാം, അവർ നോക്കിക്കോട്ടെ. നമുക്കിപ്പം ഈ ക്ഷേത്രത്തിൽ നൽകിയിട്ടുള്ള അനുവാദം റദ്ദാക്കി ഒരു കേസെടുക്കും, അന്വേഷണം നടത്തും, പോലീസിൻ്റെ ഭാഗത്തു നിന്നും കേസെടുക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് കർശനമായിട്ട് തന്നെ നേരിടുക എന്നുള്ളത് തന്നെയാണ്. ദേവസ്വം എന്ന് പറയുന്നത് ഒരു പൊതുസ്ഥാപനമാണെങ്കിലും ദേവസ്വം ആ കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിച്ചില്ലെങ്കിൽ അതാരായിരുന്നാലും ശ്രദ്ധ പതിപ്പിക്കണം. ഇപ്പം ദേവസ്വം മിനിസ്റ്റർ പറഞ്ഞിട്ടുണ്ട്, പരിശോധിച്ചിട്ട് ഉചിതമായ നടപടി എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നും വേറെ രണ്ടഭിപ്രായമില്ല, വ്യത്യസ്ത നിലപാടുമില്ല. കേട്ടോ, റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു. ശരി, അല്ല ചങ്ങല ഇടേണ്ടത് ക്ഷേത്ര ഭാരവാഹി അല്ല, ആനയുടെ ഉടമസ്ഥനും അതുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ക്ഷേത്രമാണ്. വെടിക്കെട്ട് പിന്നെ നടത്തുമ്പം പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പാലിക്കാതെയാണോ ചെയ്തിരിക്കുന്നത് നോക്കേണ്ടതാരാണ്, ഉറപ്പുവരുത്തേണ്ടതാരാണ്. അതൊക്കെ അനുസരിച്ച് കൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അനുവാദം കൊടുക്കുന്നത്. ആ കൊടുത്ത അനുവാദത്തിലെയും വിരുദ്ധമായിട്ടും നിയമവിരുദ്ധമായിട്ടാണ് അവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അത് 3 പേരുടെ മരണത്തിൽ കലാശിച്ചു വന്നത് അങ്ങേയറ്റം ദുഃഖകരവും ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. ഈ ആനയുടെ ഭക്ഷണം, യാത്രാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെടുന്നു. നിലവിൽ CCF നൽകിയ റിപ്പോർട്ടിനകത്ത് അത്തരത്തിൽ എന്തെങ്കിലും അല്ല, ഇത് ഈ സംഭവം മാത്രമാണ്. കോടതി ആവശ്യപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വേറെ തന്നെ കൊടുക്കണം. അല്ല, ഞാൻ ചോദിക്കുന്നത് അല്ല, അത് കോടതികൾ ആവശ്യപ്പെടുന്ന യഥാസമയം നമ്മൾ കൊടുക്കും. കോടതികൾ ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ, കുറേ മാസങ്ങളായല്ലോ ഈ ആനയുടെ എഴുന്നള്ളിപ്പുമായി കോടതിയിൽ കേസ് നിൽക്കുന്നത്. അത് അതാത് ഘട്ടത്തിൽ ചോദിക്കുന്ന വിവരങ്ങൾ കൊടുക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് നിയമപരമായൊരു ബാധ്യതയല്ലേ. കോടതി ആവശ്യപ്പെട്ട വിവരങ്ങൾ യഥാസമയം സമർപ്പിക്കുക എന്നുള്ളത് നിയമപരമായൊരു ചുമതലയാണ്. ആ ചുമതല നിർവഹിച്ചുകൊണ്ടിരിക്കും. വെടിക്കെട്ട് നടത്തിയത് നിയമം ലംഘിച്ചെന്നാണ് കണ്ടെത്തലെന്നാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നാട്ടാന പരിപാലന നിയമം ലംഘിച്ചു, ആനകളുടെ കാലിൽ ഇടച്ചങ്ങല ഇല്ലായിരുന്നു, വ്യക്തമായ കൃത്യവിലോപം നടന്നിട്ടുണ്ട്, മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനം, കേസെടുക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി എ കെ ശശീന്ദ്രൻ വ്യക്തമാക്കിയിട്ടുണ്ട്. CV അനുമോദിലേക്ക്. അനുമോദ്, മന്ത്രി വ്യക്തമാക്കുന്നതനുസരിച്ച് വലിയ രീതിയിലുള്ള ഒരു കൃത്യവിലോപം, നിയമലംഘനം ഇവിടെ നടന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായിട്ടുള്ള കണ്ടെത്തൽ എന്നാണ് മന്ത്രിയും പറയുന്നത്. ഈ ആനയുടെ ഉടമസ്ഥനെതിരെയും ക്ഷേത്രം ഭാരവാഹികൾക്കെതിരെയും കേസെടുക്കാനുള്ള നിർദ്ദേശമുണ്ട്. അങ്ങനെയെങ്കിൽ ഇത് ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് അടക്കം വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായി എന്ന് തന്നെയല്ലേ കണ്ടെത്തൽ?
3 പേർ മരിച്ച ഒരു ദുരന്തമാണ്. സ്വാഭാവികമായിട്ടും ഇത് വളരെ വൈകാരികമായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ്. മാത്രമല്ല ഈ ഉത്സവ സീസണിൽ ഇനി ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ, സംഭവിക്കാതിരിക്കാൻ കർശനമായ നടപടി എടുക്കേണ്ട ഭരണപരമായ സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മന്ത്രി ഇത്രയും കർശനമായ ഭാഷയിൽ ഇക്കാര്യത്തിൽ നടപടി ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറയുന്നത്. മന്ത്രി പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ ആനകളെ എഴുന്നള്ളിച്ചത് ചട്ടം ലംഘിച്ചുകൊണ്ടാണ്. ആനകൾക്ക് ഇടച്ചങ്ങലയിട്ടിട്ടില്ല. ആനകളും ആളുകളും തമ്മിലുള്ള അകലം നിശ്ചയിച്ച് അത്രയും ഉണ്ടായിരുന്നില്ല. ആനകളും തമ്മിലുള്ള അകലവും അതുപോലെ ചട്ടം പാലിച്ചുകൊണ്ടല്ല, തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ. അതിലേറ്റവും പ്രധാനം വെടിക്കെട്ട് നടത്തി, അത് ദൂരപരിധി ലംഘിച്ചുകൊണ്ടാണ് ഈ വെടിക്കെട്ട് നടത്തിയത്. അത് ഈ ഒരു ആനകൾ വിരളിയെടുക്കാനും തിരിഞ്ഞുവിടാനും ഒരു കാരണമായിട്ട് തുടങ്ങിയ ഗുരുതരമായ കാര്യങ്ങളാണ് പ്രാഥമികമായിട്ട് ഇപ്പോഴുള്ള റിപ്പോർട്ടിനെ കുറിച്ച് വനം മന്ത്രി വിശദീകരിച്ചിരിക്കുന്നത്. ഇനി ഇത് പ്രകാരമാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ റിപ്പോർട്ടിൽ പോലീസിൻ്റെയും വനംവകുപ്പിൻ്റെയും ഭാഗത്തു നിന്ന് അന്വേഷണവും അല്ലെങ്കിൽ കേസെടുക്കുന്ന നടപടിയിലേക്ക് പോകും. ഇതിൽ ഈ മന്ത്രിയുടെ വാക്കുകൾ പ്രകാരം ഉള്ള ചോദ്യങ്ങൾക്ക് നമ്മൾ നേരത്തെ ട്രസ്റ്റ് ഭാരവാഹികൾ സംസാരിച്ചപ്പോൾ അവരത് നിഷേധിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. നമ്മൾ നേരത്തെ ഇതിനെ പങ്കുവച്ചിരുന്നു. അത്തരത്തിലൊരു ചട്ടലംഘനം അവിടെ ഉണ്ടായിട്ടില്ല, നിയമം അനുശാസിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത് എന്നൊരു നിലപാടാണ് ക്ഷേത്രം ഭാരവാഹികൾ അല്പസമയം മുമ്പ് വിശദീകരിച്ചത്. അവർ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി എടുത്തു പറയേണ്ടത് പടക്കം പൊട്ടിച്ചതിൽ അവർക്ക് ഉത്തരവാദിത്തമില്ല. അത് ജനങ്ങളാണ് പൊട്ടിച്ചത്, ഞങ്ങൾക്കറിയില്ല. ക്ഷേത്രം ഭാരവാഹികളും പടക്കം പൊട്ടിക്കലുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പടക്കം പൊട്ടിക്കലാണ് ഈ ആനകൾ വിരളാനുള്ള പ്രധാനപ്പെട്ട കാരണമായിട്ട് വിലയിരുത്തുന്നത്. അപ്പോൾ അതും ഈ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തേണ്ടതില്ല എന്നൊരു നിലപാടാണ് അവർ സ്വീകരിച്ചിരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ മന്ത്രിയുടെ വാക്കുകൾ അവർ അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത് എന്നൊരു ന്യായീകരണവും നടത്തുന്നുണ്ട്. എന്തുതന്നെയാണെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇനി ഒരു ഇത്തരത്തിലുള്ള ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു സമീപനം. ഇതിലിനി എന്തെല്ലാം തുടർ നടപടി, അത് കസ്റ്റഡി അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികൾ എന്തെല്ലാമായിരിക്കും ഇതിനുണ്ടാവുക എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. കാരണം പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് ഈ ഒരു സീസണിൽ ഇത്തരത്തിലൊരു സംഭവത്തിൽ ഉത്സവം നടത്തിപ്പുകാർക്കെതിരെ പോലീസ് വനംവകുപ്പ് കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ എന്തെല്ലാം നടപടികൾ ഉണ്ടാകുമെന്നുള്ളത് നമുക്കിനി കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ് കേട്ടോ. ഇപ്പോൾ ഈ അനുമോദ് സൂചിപ്പിച്ചതുപോലെ ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികളുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട്. ചട്ടലംഘനം ഉണ്ടായിട്ടില്ല, 100 മീറ്റർ അകലെ വെച്ചാണ് പടക്കം പൊട്ടിച്ചതെന്ന് ആവർത്തിക്കുകയാണ് മണക്കുളങ്ങര ദേവി ട്രസ്റ്റ് ഭാരവാഹികൾ. അവരുടെ പ്രതികരണത്തിലേക്ക്. ഒരു ചട്ടലംഘനമൊന്നും അവിടെ നടന്നിട്ടില്ല. കാരണം എല്ലാ പ്രിക്കോഷൻസും എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഉത്സവം ആരംഭിക്കുന്നത് മുതലേ ശ്രദ്ധിച്ചുകൊണ്ടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ സമയത്ത് വേണമെങ്കിൽ അവിടെ എടുത്ത വീഡിയോ ക്ലിപ്പുകൾ ഇപ്പം പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളും കാണുന്നത് ഈ ചടങ്ങിന് സമയം ഞങ്ങളൊക്കെ കൂടെ തന്നെയുണ്ട്, ദിക്സാക്ഷികളാണ്. ആ സമയം ഞങ്ങൾ വടം കെട്ടിവെച്ചിട്ടുണ്ട് അവിടെ. ഈ ആനയായിട്ട് ബന്ധപ്പെട്ട് ആരും അമ്പല സ്ഥലത്തില്ല, ഈ പ്രദേശത്തെ ഇല്ല, ഈ ചടങ്ങ് നടക്കുന്ന ഭാഗത്തേ ഇല്ല. അത് നിങ്ങൾക്ക് ഫുട്ടേജ് കണ്ടാൽ മനസ്സിലാവും. പിന്നെ അതുമാത്രമല്ല, നമ്മളവിടെ CCTV ഫുട്ടേജും ഉണ്ട്, അതിൽ കൂടെ ഒക്കെ നിങ്ങൾക്ക് വ്യക്തമായിക്കണം. അങ്ങനെ ഒരു ചട്ടലംഘനം അവിടെ നടത്തിയിട്ടില്ല. അതിലൊന്നും ഒരു സംശയത്തിന് തർക്കമില്ല. കാരണം ഇട്ടിട്ടുണ്ടായിരിക്കണം എന്നാണ് തോന്നുന്നു. ഞാൻ ആ സ്ഥലത്ത് ഞാൻ കാണുന്നില്ല, നമ്മൾ ഫുട്ടേജ് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അവിടെ നമ്മൾ ക്ഷേത്രത്തിൽ ചടങ്ങിൻ്റെ സമയത്ത് ആനയായിട്ട് ശരിക്കും 5-ൽ കൂടുതൽ മീറ്റർ അകലെ നിൽക്കുന്നുണ്ട് എല്ലാവരും. കാരണം ആ സമയത്ത് അവിടെ ആരും നിൽക്കില്ല, അത് ചടങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ ആ സമയത്ത് വരവ് വരുന്നത് കൊണ്ടുള്ള കുറേ ഭക്തജനങ്ങൾ അങ്ങോട്ട് മാറിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ആരും ആനയായിട്ട് 5 മീറ്റർ അകലം വെക്കണം എന്നുള്ളത്. അത് ശരിക്കും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഉത്സവത്തിൻ്റെ ഈ എഴുന്നള്ളത്തം സ്റ്റാർട്ടാക്കിയത്. നടപടിക്ക് ശുപാർശ ചെയ്തുള്ള റിപ്പോർട്ട് ADM വനമന്ത്രിക്ക് കൈമാറിയിട്ടുണ്ട്. അതേസമയം സംഭവത്തിൽ വനംവകുപ്പിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് ഹൈക്കോടതി. ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥൻ തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകണം. സ്വമേധയാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഇടപെടൽ. ആജ്ഞ രവീന്ദ്രനിലേക്ക്. ഹൈക്കോടതി ശക്തമായ ഇടപെടലാണ് നടത്തിയിരിക്കുന്നത്. അതായത് നേരിട്ട് ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥനോട് ഹാജരാകാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു. വിശദാംശങ്ങൾ. ടോം, നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ആന പരിപാലന ചട്ടം, നാട്ടാന പരിപാലന ചട്ടം കൃത്യമായി ലംഘിക്കുന്നുണ്ട് എന്ന് ക്ഷേത്രത്തിന് ആനയെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ കൂടുതൽ കർശന ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പൂരപ്രേമി സംഘം ഉൾപ്പെടെയുള്ളവർ വലിയ പ്രക്ഷോഭവുമായാണ് രംഗത്തെത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വരെ എത്തുകയും ചെയ്തിരുന്നു. അതേസമയം ഉത്സവം നടത്താനുള്ള അനുമതി മാത്രമാണ് നൽകുന്നത് എന്ന്
സുപ്രീം കോടതി തൽക്കാലത്തേക്ക് ഉത്സവങ്ങൾ മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് തൽക്കാലത്തേക്ക് ഇത് സ്റ്റേ ചെയ്യുന്നത് എന്നുള്ള ഒരു നിർദ്ദേശം മാത്രമാണ് സുപ്രീം കോടതി വെച്ചതും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഹൈക്കോടതിയെ സമീപിക്കണമെന്നുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഈ വലിയ അതിദാരുണമായ 3 പേരുടെ മരണത്തിലേക്ക് നയിക്കുന്ന ഇത്ര വലിയ സംഭവം ഉണ്ടായപ്പോൾ നാട്ടാന പരിപാലന ചട്ടം അങ്ങേയറ്റം ലംഘിച്ചിട്ടാണ് ഈ ഉത്സവം നടത്തിയത് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗത്തിന്റെ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം വെച്ചിരുന്നത്. അതുമാത്രമല്ല ഗുരുവായൂർ ദേവസ്വം ഇതുമായി ബന്ധപ്പെട്ട് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആനകളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിൽ ആർക്കെതിരെയാണ് നടപടിയെടുക്കേണ്ടതെന്നുള്ള കാര്യം വ്യക്തമാക്കണമെന്നാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് അനിൽ കെ നരീന്ദ്രനും അതുപോലെ ജസ്റ്റിസ് മുരളീകൃഷ്ണനും ചേർന്ന ബെഞ്ചാണ് ഈ ഡിവിഷൻ ബെഞ്ചാണ് ഈ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ നാട്ടാന പരിപാലന ചട്ടവുമായി ബന്ധപ്പെട്ട് ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് പി ഗോപിനാഥന്റെയും അതുപോലെ തന്നെ ജസ്റ്റിസ് എ കെ ജയശങ്കരൻ നമ്പ്യാരുടെയും ബെഞ്ച് വളരെ കർശന ഉപാധികൾ മുന്നോട്ട് വെച്ചിരുന്നു. ആനയുമായി ബന്ധപ്പെട്ട് ചുറ്റുവട്ടത്തുള്ള നിൽക്കുന്ന ആളുകളുടെ അകലം 10 മീറ്റർ അകലം 8 മുതൽ 10 മീറ്റർ അകലം വരെ പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു. ആനകൾ തമ്മിൽ 3 മീറ്റർ അകലം പാലിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ആനകളോട് എങ്ങനെ 3 മീറ്റർ അകലം പാലിക്കാൻ പറയുമെന്ന് സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട സ്റ്റേ ഓർഡറുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് കൃത്യമായി പാലിക്കേണ്ടത് ഉത്സവ കമ്മിറ്റിയാണ്, അല്ലെങ്കിൽ ക്ഷേത്രം ഭാരവാഹികളാണ്. അവർ ഇക്കാര്യത്തിൽ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുന്നതിൽ കൃത്യവിലോപം ഉണ്ടായി എന്ന് തന്നെയാണ് വനമന്ത്രി അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. അതായത് നാട്ടാന പരിപാലന ചട്ടം ലംഘിച്ചുകൊണ്ട് തന്നെയാണ് ആനകളുടെ കാലിൽ ഇടച്ചങ്ങല ഉണ്ടായിരുന്നില്ല. ഇത്തരം കാര്യങ്ങൾ ഉറപ്പിച്ചു വേണമായിരുന്നു ആന എഴുന്നള്ളിപ്പിന് ഇറക്കാൻ. 2 ആനകളെയാണ് എഴുന്നള്ളിപ്പിന് ഇറക്കിയിട്ടുള്ളത്. 2 ആനകളെയാണ്. നേരത്തെ 6 ആനകളായിരുന്നു ഈ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പിനുണ്ടായിരുന്നത്. അതേസമയം അത് 2 ആനകളായി ചുരുക്കി 2 ആനകൾക്കുള്ള അനുമതി മാത്രമായിരുന്നു ഇത്തവണ നൽകിയിരുന്നത്. പക്ഷേ ഈ ആനകളെ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടും അതിന്റെ ചുറ്റുവട്ടത്ത് ആളുകളെ നിയന്ത്രിക്കുന്ന വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് അങ്ങേയറ്റം ഗുരുതര വീഴ്ചയാണ് ക്ഷേത്രം ഭാരവാഹികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നുള്ള നിരീക്ഷണം തന്നെയാണ്, എന്നുള്ള കണ്ടെത്തൽ തന്നെയാണ് വനം വകുപ്പിന്റേത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയും ഇക്കാര്യത്തിൽ കർശന ഉപാധികൾ, അതായത് കർശന നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ ഹാജരാകണം, നേരിട്ട് ഹാജരാകണം. അതുപോലെ തന്നെ വനം വകുപ്പ് ഇക്കാര്യത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നും വനം വകുപ്പ് ഇക്കാര്യത്തിൽ പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചു കഴിഞ്ഞു. വ്യക്തമാണ്. CV അനുമോദും ആജ്ഞ രവീന്ദ്രനുമാണ് വിവരങ്ങൾ നൽകിയത്. കൊയിലാണ്ടിയിൽ ആനകൾ ഇടഞ്ഞ് 3 പേരുടെ ജീവൻ നഷ്ടമായ സംഭവത്തിൽ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായിരിക്കുന്നു. ഇവിടെ ചില നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് നിലവിൽ വനംവകുപ്പിൻ്റെയും കണ്ടെത്തലുള്ളത്.